ഓരോ കുറ്റകൃത്യം നടക്കുമ്പോഴും പൊതുസമൂഹം ചിലർക്ക് നേരെ സ്വന്തം രീതിയിലുള്ള വിധി പ്രഖ്യാപനം നടത്താറുണ്ട്. ഇത് കോടതിയിലേക്കൊന്നും പോകണ്ട, അവൻ്റെ അതങ്ങ് ചെത്തിക്കളഞ്ഞാൽ മതി, അവനെ തൂക്കിക്കൊല്ലണം, അവനെ കണ്ടാൽ അറിയാം കള്ളനാണെന്ന് എന്നിങ്ങനെ. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ട് അവസാനം നിരപരാധിയാണ് എന്ന് കണ്ടെത്തിയ വിട്ടയക്കപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതിൻ്റെ എത്രയോ ഇരട്ടി നിരപരാധികൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു. ഏറ്റവും ഒടുവിൽ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും മുന്നിൽ കുറ്റവാളിയെ ചിത്രീകരിക്കപ്പെട്ട് 54 ദിവസം ജയിൽ കഴിഞ്ഞ് ഒടുവിൽ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ് തലശ്ശേരി തജ്നാസിലെ VK താജുദ്ദീൻ എന്ന ആൾ. മകളുടെ കല്യാണത്തിന് ഗൾഫിൽ നിന്നെത്തിയ പ്രവാസിയായ താജുദ്ദീനെ മറ്റൊരാൾ നടത്തിയ മാലപൊട്ടിക്കൽ കേസിൽ തെറ്റായി പ്രതിയാക്കി ജയിലിൽ അടച്ച സംഭവത്തിൽ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. നഷ്ടപരിഹാരം നൽകേണ്ടത് ആരാണ്? ചെയ്യാത്ത തെറ്റിന് ഇല്ലാത്ത മാലപൊട്ടിക്കൽ കേസിൽ ആ വ്യക്തിയെ ശിക്ഷിക്കാനിടയാക്കിയ പോലീസുകാർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ആ നഷ്ടപരിഹാരം നൽകാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് നാം സംസാരിക്കുന്നത് ആ മനുഷ്യൻ്റെ തകർന്നടിഞ്ഞ സ്വപ്നങ്ങളെക്കുറിച്ചാണ്. കണ്ണൂർ തലശ്ശേരി സ്വദേശി VK താജുദ്ദീന് 10 ലക്ഷം രൂപയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് 3 ലക്ഷം രൂപയും സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നതാണ് വിധി. ഹൈക്കോടതിയുടെ ഈ വിധി കേവലം ഒരു തുകയുടെ കണക്കല്ല, മറിച്ച് നമ്മുടെ പോലീസ് സംവിധാനത്തിൻ്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. എന്തായിരുന്നു താജുദ്ദീൻ ചെയ്ത തെറ്റ്? മകളുടെ വിവാഹത്തിന് കൂലിപ്പണി എടുത്തുണ്ടാക്കിയ പണവുമായിട്ട് ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയ ഒരച്ഛൻ തൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ടിരിക്കേണ്ട സമയത്ത് പാതിരാത്രിയിൽ വഴിയിൽ തടഞ്ഞു നിർത്തി കള്ളൻ എന്ന് പരസ്യമായിട്ട് വിളിച്ച് ആക്ഷേപിച്ച് ബന്ധുക്കളുടെ മുൻപാകെ തെളിവെടുപ്പിനായി നടത്തി ലോക്കപ്പിലിട്ട് വസ്ത്രമഴിച്ച് മർദ്ദിക്കാൻ ഇവിടെ പോലീസിന് അധികാരം നൽകിയത് ആരാണ്? ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ മാലമോഷ്ടാവായി ചിത്രീകരിച്ച് നാട്ടുകാരുടെ മുന്നിലൂടെ നടത്തിച്ച് അപമാനിച്ച കേരള പോലീസിലെ ചില അതിബുദ്ധിമാന്മാർ ആ വിധി കേട്ടപ്പോൾ ലജിച്ചുവോ എന്നുള്ളത് അവരാണ് പറയേണ്ടത്. താജുദ്ദീൻ എന്ന വ്യക്തി അനുഭവിച്ച 54 ദിവസത്തെ ജയിൽവാസം, ഖത്തറിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ജോലി അതിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അവധിക്ക് നാട്ടിലേക്ക് വന്നിട്ട് കൃത്യമായിട്ട് തിരിച്ചെത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ ഇവിടെ പോലീസ് കുറ്റകൃത്യം ഏൽപ്പിച്ചതിൻ്റെ പേരിൽ അവിടെ തിരിച്ചെത്താൻ വൈകിയതിൻ്റെ പേരിൽ അവിടെയും 24 ദിവസത്തോളം ഖത്തർ ജയിൽ കിടക്കേണ്ടി വന്നു. ജോലി നഷ്ടപ്പെട്ടു. തൻ്റെ കുടുംബം സമൂഹത്തിന് മുന്നിൽ അനുഭവിച്ച അപമാനം, ഇതിനൊക്കെ ഇപ്പോൾ വിധിച്ചിരിക്കുന്ന ഈ 10 ലക്ഷവും കുടുംബത്തിന് നൽകിയിരിക്കുന്ന 3 ലക്ഷവും പകരമാവുകയേയില്ല, ഒരിക്കലും ആവുകയില്ല. എന്ന് മാത്രമല്ല, താജുദ്ദീൻ തന്നെ പറയുന്നത് താൻ അനുഭവിച്ച സങ്കടങ്ങൾക്ക്, ഉണ്ടായ നഷ്ടങ്ങൾക്ക് ഇതൊന്നും പോരാതെ വരുമെന്നാണ്. 2018 ജൂൺ 11-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. അന്ന് പുലർച്ചെ തൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോയി മടങ്ങുകയായിരുന്നു താജുദ്ദീനും കുടുംബവും. കതിരൂരിൽ വെച്ച് ചക്കരയ്ക്കൽ SI ബിജുവും സംഘവും ആ കാർ തടയുന്നു. അവിടെ തുടങ്ങുന്നു താജുദ്ദീൻ്റെ നരകയാതന. ഒരു കുറ്റവാളിയോട് എന്ന പോലെയാണ് പോലീസ് പെരുമാറിയത് താജുദ്ദീനോടും കുടുംബാംഗങ്ങളോടും. പോലീസിനോട് താജുദ്ദീൻ കരഞ്ഞ് പറഞ്ഞു, സാർ, ഞാൻ ഗൾഫിൽ നിന്ന് വന്നതാണ്, എൻ്റെ മകളുടെ കല്യാണമാണ്, എന്നെ വിടണം. പക്ഷേ SI ബിജുവിനും സംഘത്തിനും അതൊന്നും കേൾക്കേണ്ടിയിരുന്നില്ല. അവർക്കൊരു പ്രതിയെ വേണമായിരുന്നു. ചക്കരക്കലിൽ നടന്ന ഒരു മാലപൊട്ടിക്കൽ കേസിലെ പ്രതി CCTV ദൃശ്യങ്ങളിൽ ഒരു വെള്ള സ്കൂട്ടറിൽ പോകുന്ന ഒരാളെ കണ്ടു. ആ ദൃശ്യത്തിലെ ആളും താജുദ്ദീനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവും. ടവർ ലൊക്കേഷൻ പരിശോധിച്ചു നോക്കൂ സാർ എന്ന് താജുദ്ദീൻ കെഞ്ചി പറഞ്ഞിട്ടും ആ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. എന്തൊരു ക്രൂരതയാണിത്! ഒരാളെ പ്രതിയാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുന്ന പഴയ രീതി, വസ്ത്രമഴിപ്പിച്ച് ചോദ്യം ചെയ്യൽ, ബന്ധുക്കളുടെ മുന്നിലൂടെ ചങ്ങലയിട്ട് കൊണ്ടുപോവൽ, ഇതൊക്കെ ഏത് നിയമപുസ്തകത്തിലാണ് ഉള്ളത്? താജുദ്ദീൻ 54 ദിവസമാണ് ജയിലിൽ കിടന്നത്. ഒടുവിൽ ഹൈക്കോടതി ജാമ്യം നൽകി. പക്ഷെ ദുരന്തം അവിടെയും തീർന്നില്ല. നിശ്ചിത സമയത്ത് ഗൾഫിൽ ജോലിക്കെത്താൻ കഴിയാത്തത് കൊണ്ട് ഖത്തറിലെ അധികൃതർ അദ്ദേഹത്തെ അവിടെയും ജയിലിലടച്ചു. പുറത്തിറങ്ങിയപ്പോൾ ജോലി നഷ്ടപ്പെട്ടു. അവിടെ നിന്ന് നാട് കടത്തി. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ അത്താണി കൂടിയാണ് പോലീസ് തകർത്തത്. കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ എത്രയോ താജുദ്ദീന്മാർ ഉണ്ടായിട്ടുണ്ട്. ISROയിലെ ചാരക്കേസ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. നമ്പി നാരായണൻ എന്ന മഹാനായ ശാസ്ത്രജ്ഞനെ നമ്മൾ ഓർക്കുന്നു. രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തി അദ്ദേഹത്തെ വർഷങ്ങളോളം വേട്ടയാടിയത് ഈ നിമിഷങ്ങളിൽ നമ്മുടെ സിരകളിലൂടെ വഞ്ചനയുടെ ഒരു ഓർമ്മയായിട്ട് വരികയാണ്. പതിറ്റാണ്ടുകൾക്ക് ശേഷം അദ്ദേഹം നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു. സുപ്രീം കോടതി അദ്ദേഹത്തിന്
കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ട പ്രായവും പ്രശസ്തിയും അനുഭവിച്ച വേദനയും അതിനൊക്കെ ആരുത്തരം നൽകും? ആലുവയിലെ ആന്റണി കേസ് തെറ്റായി പ്രതി ചേർക്കപ്പെട്ട് വർഷങ്ങളോളം ജയിലിൽ കിടന്ന നിരപരാധികളുടെ കഥകൾ വേറെയുമുണ്ട്. സ്വന്തം പിതാവിനെ മർദ്ദിച്ചു എന്നാരോപിച്ച് മകനെ അകത്തിട്ട കേസുകൾ, വഴിവാണിഭക്കാരെ പീഡിപ്പിക്കുന്ന പോലീസിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മൾ ദിവസവും കാണുന്നുണ്ട്, പോലീസിനൊരു പ്രതിയെ കിട്ടിയാൽ മതി, കേസ് തെളിയിച്ചു എന്ന് വരുത്തി തീർക്കാൻ ആരെയും ബലിയാടാക്കാമെന്നുള്ള ധാർഷ്ട്യം. താജുദ്ദീൻ്റെ കാര്യത്തിൽ യഥാർത്ഥ പ്രതിയുടെ ഭാര്യ തന്നെ സത്യം പുറത്തു പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് നമുക്ക് മുന്നിൽ നിരപരാധിയായിട്ട് നിൽക്കുന്നത്. സമീപകാലത്തെ പല കേസുകളിലും നമ്മൾ ഓർത്തു നോക്കുക, കോടതി ഒരു വിധി പുറപ്പെടുവിക്കുന്നു. ആ വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാലും പൊതുസമൂഹം മറ്റൊരാൾ പ്രതിയാണ്, ആ പ്രതി ശിക്ഷിക്കപ്പെടണമെന്ന് പറയുന്നു. ബലാത്സംഗ കേസുകളിലൊക്കെ പ്രതി ചേർക്കപ്പെടുന്ന എല്ലാവരും പ്രതികളാണോ എന്നുള്ള കാര്യം സംശയമാണ്. പോക്സോ കേസുകളിൽ പ്രതി ചേർക്കപ്പെടുന്ന എല്ലാവരും യഥാർത്ഥ പ്രതികളാണോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ അത്തരം കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ പൊതുസമൂഹത്തിലെ ഒരു പ്രധാന വിഭാഗം അവൻ്റെ ആ പ്രത്യേക അവയവം ചെത്തിക്കളണമെന്നടക്കമുള്ള പൊതുസമൂഹ നിർമ്മിതിയുടെ ഭാഗമായിട്ടുള്ള വിചാരണകൾ പുറപ്പെടുവിക്കുന്നു. വാസ്തവത്തിൽ അതിലെത്രയോ പേർ നിരപരാധികളാണ്. ഇപ്പോൾ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന താജുദ്ദീൻ പുറത്തു നിൽക്കുമ്പോഴും എത്രയെത്ര നിരപരാധികൾ ഇപ്പോഴും ജീവപര്യന്തം തടവും കഠിന തടവും അനുഭവിച്ചുകൊണ്ട് ചെയ്യാത്ത കുറ്റത്തിൻ്റെ ഓർമ്മകളുമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ മാല യഥാർത്ഥത്തിൽ മോഷ്ടിച്ച കേസിലെ പ്രതിയുടെ ഭാര്യ ആ കാര്യം വെളിപ്പെടുത്തിയത് കൊണ്ടാണ് പ്രതിയല്ലാത്ത താജുദ്ദീൻ 54 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും താജുദ്ദീൻ മാല മോഷ്ടാവായിട്ട് അറിയപ്പെട്ട് ആ ജീവിതം അങ്ങനെ തീരുമായിരുന്നു. താജുദ്ദീൻ്റെ കേസ് കേവലം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതിയിട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇത് കേരള പോലീസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ ക്രിമിനൽ മനോഭാവത്തിൻ്റെ തെളിവാണ്. എന്തായിരുന്നു ചക്കരക്കൽ പോലീസിൻ്റെ ധൃതി? എന്തിനു വേണ്ടിയായിരുന്നു? CCTV ദൃശ്യങ്ങൾ കണ്ട ആ വെള്ള സ്കൂട്ടർ യാത്രക്കാരൻ താജുദ്ദീൻ അല്ല എന്ന് ബോധ്യപ്പെടാൻ മിനിമം സാമാന്യ ബുദ്ധി മതിയായിരുന്നു. എന്നിട്ടും അവർ അത് ചെയ്തില്ല. എന്തുകൊണ്ട്? കാരണം അവർക്ക് കേസ് തെളിയിച്ചു എന്ന് മേലുദ്യോഗസ്ഥരെ കാണിക്കണമായിരുന്നു. അതിനൊരു ഇരയെ വേണം. ആ ഇര പാവപ്പെട്ടവനാണോ പ്രവാസിയാണോ എന്നൊന്നും അവർക്ക് പ്രശ്നമല്ല. ഒരു മനുഷ്യനെ കള്ളനെന്ന് മുദ്ര കുത്തുമ്പോൾ അവൻ്റെ കുടുംബം അല്ലെങ്കിൽ അവരുടെ കുടുംബം നേരിടുന്ന സാമൂഹികമായിട്ടുള്ള ബഹിഷ്കരണത്തെക്കുറിച്ച് ഈ ഉദ്യോഗസ്ഥർ ചിന്തിക്കുന്നുണ്ടോ? യൂണിഫോമിനുള്ളിലെ ഗുണ്ടായിസമാണ് ഇവിടെ നടന്നത്. താജുദ്ദീനെ വസ്ത്രമഴിച്ച് പരിശോധിച്ചു എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു തെളിവെടുപ്പല്ല, മറിച്ച് ഒരു മനുഷ്യൻ്റെ അന്തസ്സിനെ പിച്ചിച്ചീന്തലാണ്. മൂന്നാമുറ എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി എത്രയോ വട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിട്ടും നമ്മുടെ ലോക്കപ്പുകളിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. താജുദ്ദീൻ്റെ ടവർ ലൊക്കേഷൻ പരിശോധിക്കണം എന്ന് അദ്ദേഹം കരഞ്ഞു പറഞ്ഞിട്ടും ആ ശാസ്ത്രീയമായ തെളിവിലേക്ക് പോകാൻ പോലീസ് തയ്യാറായില്ല. ഇതിനർത്ഥം താൻ പിടിച്ച പ്രതി തന്നെയാകണം കുറ്റവാളി എന്ന വാശി പോലീസിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതൊന്നും അന്വേഷണമല്ല, ഇത് കൃത്യമായിട്ടുള്ള വേട്ടയാടലാണ്. നമ്മൾ കുറച്ച് പിന്നിലേക്ക് നോക്കിയാൽ ഇത്തരം എത്രയോ ക്രൂരതകൾ കാണാം. കൊല്ലത്ത് മാല പൊട്ടിച്ചു എന്നാരോപിച്ചിട്ട് അമ്പിളി എന്ന യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാസങ്ങളോളം ആ സ്ത്രീ ജയിലിൽ കിടന്നു. ഒടുവിൽ യഥാർത്ഥ പ്രതിയെ പിടിച്ചപ്പോൾ അമ്പിളി നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ആ കുടുംബം തകർന്നിരുന്നു. ആറ്റിങ്ങലിലേക്ക് പോകാം. അവിടെ പിങ്ക് പോലീസ് ഒരു ചെറിയ കുട്ടിയെയും അച്ഛനെയും പരസ്യമായിട്ട് മോഷ്ടാക്കൾ എന്ന് വിളിച്ച് അപമാനിച്ച ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ കുഞ്ഞിൻ്റെ മനസ്സിനേറ്റ മുറിവിന് എന്ത് നഷ്ടപരിഹാരമാണ് നൽകാൻ കഴിയുക? മോഷണ കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിലെടുക്കുന്നവരെ തല്ലിക്കൊല്ലുന്ന പ്രവണത പോലും നമ്മുടെ പോലീസിനുണ്ട്. ഉദയകുമാർ കേസിൽ ഉരുട്ടിക്കൊലയാണ് നടന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ആ കുടുംബത്തിന് നീതി ലഭിച്ചത്. മറ്റൊന്ന് മാവോയിസ്റ്റ് മുദ്രകുത്തലാണ്. അലൻ ഷുഹൈബ്, താഹ ഫസൽ തുടങ്ങിയ യുവാക്കളെ UAPA ചുമത്തി ജയിലിലടച്ചപ്പോൾ പിന്നീട് കോടതികൾക്ക് പറയേണ്ടി വന്നു അവർക്കെതിരെ കൃത്യമായ തെളിവുകളില്ല എന്ന്. നിയമങ്ങൾ ദുരുപയോഗം ചെയ്യാനുള്ള ആയുധമായിട്ട് മാറുകയാണ് പലപ്പോഴും പോലീസ്. ഇതിൻ്റെ ആവർത്തനങ്ങൾക്ക് എന്താണ് കാരണം? ഇങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് പിടിച്ച് അകത്തിട്ടാലും പോലീസുകാർക്ക് വലിയ കുഴപ്പമൊന്നും വരുന്നില്ല. നിരപരാധിയാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ പുറത്താക്കപ്പെടുന്നു. നഷ്ടപ്പെടുന്ന ദിവസങ്ങൾ, അതിൻ്റെ പേരിൽ ഏറ്റുവാങ്ങിയ പോലീസ് മർദ്ദനങ്ങൾ, അതിൻ്റെ പേരിൽ സാമൂഹ്യമായി നേരിടേണ്ടി വന്ന ബഹിഷ്കരണങ്ങൾ, നഷ്ടപ്പെട്ട സുഹൃത്ത് ബന്ധങ്ങൾ, നഷ്ടപ്പെട്ട ജീവിത ബന്ധങ്ങൾ, ഇതൊക്കെ ആരും തിരിച്ചു കൊടുക്കും? ആരും തിരിച്ചു കൊടുക്കില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് പോലീസ് അങ്ങനെയെങ്കിലും പണി കൊടുക്കട്ടെ എന്നുള്ള രീതിയിലുള്ള ക്രൂരമായ അവസ്ഥയിലേക്ക് പോകുന്നത്. ഇവിടെയാണ് നാം ചോദിക്കേണ്ടത്, താജുദ്ദീനെ പീഡിപ്പിച്ച ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കേവലം സ്ഥലം മാറ്റം മാത്രം മതിയോ? ഒരു ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വം ഒരാളെ കള്ളക്കേസിൽ കുടുക്കിയാൽ അയാൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം.
അയാളെ ജയിലിലടയ്ക്കണം. എങ്കിൽ മാത്രമേ ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങൾക്ക് വിലയുണ്ടാകുകയുള്ളൂ. ഹൈക്കോടതി പറഞ്ഞതുപോലെ ഈ 10 ലക്ഷം രൂപ പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നല്ല കൊടുക്കേണ്ടത്, ആ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്നും പെൻഷനിൽ നിന്നും ഈടാക്കണം. സർക്കാരിന് അതിന് ധൈര്യമുണ്ടോ? പോലീസ് അസോസിയേഷനുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ഇത്തരം കുറ്റവാളികളെ സംരക്ഷിക്കുകയാണോ സർക്കാർ ചെയ്യേണ്ടത്? ഹൈക്കോടതിയുടെ വിധിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. താജുദ്ദീന് നൽകേണ്ട ഈ 13 ലക്ഷം രൂപ, അതായത് താജുദ്ദീന് 10 ലക്ഷം, ഭാര്യയ്ക്കും 3 മക്കൾക്കും 1 ലക്ഷം വീതം ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കുന്ന കാര്യം സർക്കാർ തീരുമാനിക്കണം. ഇത് ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. നികുതി പണത്തിൽ നിന്നല്ല ഈ തുക നൽകേണ്ടത്. ആ പാവം മനുഷ്യനെ പീഡിപ്പിച്ച SI ബിജു, ASIമാരായിട്ടുള്ള യോഗേഷ്, ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ പോക്കറ്റിൽ നിന്ന്, കീശയിൽ നിന്ന് തന്നെ ഈ പണം ഈടാക്കണം. എങ്കിൽ മാത്രമേ ഇനി മറ്റൊരു ഉദ്യോഗസ്ഥനും ഇങ്ങനെ ചെയ്യാൻ തുനിയാതിരിക്കൂ. നമ്മുടെ ലോക്കപ്പുകൾ ഇന്നും ഇരുട്ടറകളാണ്. മനുഷ്യാവകാശം എന്നത് പോലീസുകാർക്ക് വെറും പുസ്തകത്തിലെ വാക്ക് മാത്രമാണ്. ഒരു പ്രവാസി നാട്ടിലേക്ക് വരുന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ്. അയാൾക്ക് സംരക്ഷണം നൽകേണ്ടവർ തന്നെ അയാളെ കൊള്ളക്കാരനാക്കുമ്പോൾ ഈ ജനാധിപത്യത്തിന് എന്താ അർത്ഥമാണുള്ളത്? പോലീസ് പരിഷ്കരണത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കുന്നു, പക്ഷേ മനോഭാവം മാറുന്നില്ല. പോലീസ് ജനമൈത്രി എന്നത് ബോർഡുകളിൽ മാത്രം ഒതുങ്ങുകയാണ്. യഥാർത്ഥത്തിൽ പോലീസ് ഭയത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നു. താജുദ്ദീൻ്റെ ഭാര്യ നസ്രീന കാണിച്ച ആർജവം നമ്മൾ കാണണം. അവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, അവർ നിയമ പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിൻ്റെ വിജയം കൂടിയാണ് ഇത്. ഈ കേസിൽ കേവലം ഒരു പോലീസുകാരൻ്റെ ക്രൂരത മാത്രമല്ല നാം കാണുന്നത്, മറിച്ച് നമ്മുടെ നിയമവ്യവസ്ഥ ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട്, നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങളിലൂടെയല്ലാതെ ഒരു വ്യക്തിയുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഹനിക്കപ്പെടാൻ പാടില്ല. താജുദ്ദീൻ്റെ കാര്യത്തിൽ ഈ ഭരണഘടനാപരമായിട്ടുള്ള ഉറപ്പാണ് പോലീസ് ചവറ്റുകുട്ടയിലെറിഞ്ഞത്. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കർശനമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന ചരിത്ര പ്രധാനമായിട്ടുള്ള വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമായിട്ടുള്ള നെയിം ടാഗ് ധരിച്ചിരിക്കണം, അറസ്റ്റ് മെമ്മോ തയ്യാറാക്കണം, ബന്ധുക്കളെ വിവരമറിയിക്കണം. ഇവിടെ താജുദ്ദീനെ പാതിരാത്രിയിൽ തടഞ്ഞു നിർത്തി ബലമായിട്ട് കൊണ്ടുപോകുമ്പോൾ ഈ നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടോ? ഇല്ല. കൂടാതെ സെക്ഷൻ 41A പ്രകാരം നോക്കുക, 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളിൽ അറസ്റ്റ് അനിവാര്യമല്ലെങ്കിൽ നോട്ടീസ് നൽകി വിട്ടയക്കാം. എന്നാൽ ഇവിടെ പോലീസിന് താജുദ്ദീനെ ജയിലിലടയ്ക്കാനായിരുന്നു താല്പര്യം. ടവർ ലൊക്കേഷൻ പോലെയുള്ള ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കണമെന്നുള്ള താജുദ്ദീൻ്റെ ആവശ്യം നിരാകരിച്ചത് ബോധപൂർവമായിട്ടുള്ള വീഴ്ചയുമാണ്. നമ്മുടെ നിയമത്തിൽ മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്നൊരു പദമുണ്ട്. അതായത് ഒരാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മതിയായ കാരണങ്ങളില്ലാതെയോ അയാളെ വേട്ടയാടുക. താജുദ്ദീൻ്റെ കേസ് അതിന് വ്യക്തമായിട്ട് ഉദാഹരണമാണ്. യഥാർത്ഥ പ്രതിയെ പിടികൂടാൻ കഴിവില്ലാത്ത ഉദ്യോഗസ്ഥർ ലഭിച്ച ദൃശ്യങ്ങളിലെ സാമ്യം പോലും പരിശോധിക്കാതെ ഒരാളെ പ്രതിയാക്കിയാൽ അത് നിയമത്തിൻ്റെ ദുരുപയോഗമാണ്. ഹൈക്കോടതി ഇപ്പോൾ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭരണഘടനാപരമായ അപരാധം എന്നാണ്. സർക്കാർ സംവിധാനങ്ങൾ ഒരു പൗരൻ്റെ അവകാശങ്ങൾ ലംഘിച്ചാൽ അതിന് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ കോടതി ഇവിടെ ഒരു പടി കൂടി കടന്ന് ചിന്തിച്ചു. ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ ആ തുക ഈടാക്കണം. ഇത് വരും കാലങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് ഒരു വലിയ താക്കീതാവട്ടെ. ലോക്കപ്പിൽ വസ്ത്രമഴിച്ച് അപമാനിക്കുന്നത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിന് വിരുദ്ധമാണ് എന്ന് ഫ്രാൻസിസ് കോറലി മുള്ളിൻ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. താജുദ്ദീനെ 100 കണക്കിന് ആളുകളുടെ മുന്നിലൂടെ നടത്തിച്ച് തെളിവെടുത്തത് ആ പബ്ലിക് പരേഡിങ്, അത് സുപ്രീം കോടതി പലവട്ടം വിലക്കിയതാണ്. ഒരു വ്യക്തി കുറ്റവാളിയാണ് എന്ന് കോടതി വിധിക്കുന്നത് വരെ അയാൾ നിരപരാധിയാണ്. ആ നിരപരാധിയെയാണ് നിങ്ങൾ ജനമധ്യത്തിൽ അപമാനിച്ചത്. 10 ലക്ഷം രൂപ കൊണ്ട് താജുദ്ദീൻ്റെ പോയ കാലം തിരിച്ചു കിട്ടില്ല. ഇവിടെ ജയിലിലിട്ടു, ഇവിടെ പീഡിപ്പിച്ചു, ഇവിടെ ബന്ധുക്കളുടെ മുന്നിൽ അപമാനിച്ചു, നാട്ടുകാരുടെ മുന്നിൽ അപമാനിച്ചു, സൗഹൃദങ്ങൾ ഇല്ലാതാക്കി. മക്കൾ വിവാഹിതയാകാൻ പോകുന്ന ആ മകൾ, ഖത്തറിലെ ജോലി, അവിടുത്തെ സുഹൃത്ത് വലയങ്ങൾ, ആ നഷ്ടപ്പെട്ട ജോലി, എത്താൻ വൈകിയതിൻ്റെ പേരിലുള്ള ജയിൽവാസം. തിരിച്ചിപ്പോൾ താജുദ്ദീന് വലിയ പ്രമേഹം രോഗം ബാധിച്ച് കൈവിരലുകൾ മുറിക്കേണ്ട അവസ്ഥയാണ്. അവിടെ ഈ 10 ലക്ഷം രൂപ കൊണ്ട് ഒരു കാര്യവും തിരിച്ചു കിട്ടില്ല. പക്ഷേ ഈ വിധിയിലൂടെ കോടതി ഒരു സന്ദേശം നൽകുന്നുണ്ട്. നിലബേരി ബെഹ്റ കേസ്, ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞതുപോലെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിക്ക് അത് പരിഹരിക്കാൻ പണപരമായ നഷ്ടപരിഹാരം നൽകാൻ അധികാരമുണ്ട്. ഈ അധികാരം ഉപയോഗിച്ചാണ് ജസ്റ്റിസ് PM മനോജ് ഇപ്പോൾ
ഉത്തരവിട്ടിരിക്കുന്നത്. ഈ വിധി ഒരു പാഠമാകണം. പോലീസിലെ ക്രിമിനലുകൾക്ക് ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ നിയമത്തിന് മുകളിലല്ല, നിങ്ങൾ ചാർത്തുന്ന കള്ളക്കേസുകൾ ഒരു മനുഷ്യൻ്റെ ജീവിതം തകർക്കുമ്പോൾ കാലം നിങ്ങൾക്ക് മറുപടി നൽകും. താജുദ്ദീൻ നേടിയത് വെറും ഒരു സാമ്പത്തിക വിജയമല്ല, അതൊരു അന്തസ്സിൻ്റെ വീണ്ടെടുപ്പാണ്. പൊതുസമൂഹത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാനുള്ള അവകാശമാണ്. നമ്മളൊരു കാര്യം കൂടി ആലോചിക്കണം. താജുദ്ദീനെ പോലെ ഭാഗ്യമില്ലാത്ത, ശബ്ദമില്ലാത്ത എത്രയോ മനുഷ്യർ ഇന്നും ജയിലഴികൾക്കുള്ളിൽ നീതി കാത്ത് നിൽക്കുന്നുണ്ടാകും. അവർക്ക് വേണ്ടി ആര് സംസാരിക്കും? പ്രത്യാശ നൽകുന്ന ഒരു കാര്യം, താജുദ്ദീൻ സിവിൽ കോടതിയെ സമീപിച്ചാൽ ഇനിയും ഈ 10 ലക്ഷത്തിന് പുറമെ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരമായി ഈടാക്കാൻ നിയമപരമായി സാധിക്കുമെന്നതാണ്. ജോലി നഷ്ടപ്പെട്ടത്, വിദേശത്ത് ജയിലിൽ കിടക്കേണ്ടി വന്നത്, മകളുടെ വിവാഹ സമയത്ത് അനുഭവിച്ച മാനസിക വിഷം, ഇതിനൊക്കെ എണ്ണി എണ്ണി ഓരോ പൈസയും പോലീസ് ഉദ്യോഗസ്ഥർ നൽകേണ്ടി വരും. നിയമം എന്നത് പോലീസുകാരൻ്റെ കയ്യിലെ വടി മാത്രമല്ല, മറിച്ച് പൗരൻ്റെ സംരക്ഷണ കവചമാകണം. താജുദ്ദീൻ്റെ പോരാട്ടം കേരളത്തിലെ ഓരോ സാധാരണക്കാരനും വേണ്ടിയുള്ളതാണ്. ഈ വിധിയിൽ നിന്ന് നമ്മുടെ ആഭ്യന്തര വകുപ്പ് പാഠം പഠിക്കുമോ, അതോ പഴയപടി കുറ്റവാളികളായ പോലീസുകാരെ സംരക്ഷിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.